ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂമി ആൻഡ് കേരള. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് തുവർ ദാളാണ്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കുന്നതിന് വേണ്ടി കുക്കറിനകത്തിടാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് മീതെ നിൽക്കണം വെള്ളം, എന്നാൽ ഒത്തിരി കൂടി പോകാനും പാടില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു 3 വിസിലടിപ്പിച്ച് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം വിസിലടിപ്പിക്കാൻ. കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യാണേലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വേണം കേട്ടോ കടുകിടാൻ. കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കടുക് നന്നായിട്ട് പൊട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം നമുക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് വരണ്ട് വരണം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പതുക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് സവാള. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. അടുത്തതായിട്ട് നമുക്കതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരു നേരിയ ബ്രൗണിഷ് കളർ ആകണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്വല്പം ഇട്ടാൽ മതി. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി നമുക്ക് പതുക്കെ ഒന്ന് മൂടി വയ്ക്കാം, തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി. ഒരു 3 മിനിറ്റ് മതി തക്കാളി വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളിട്ട് കൊടുത്ത ആ കായപ്പൊടിയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ നല്ല മണം വന്നുണ്ട്, മല്ലിയിലയൊക്കെ ഇട്ടേക്കുന്ന കാരണം. നമ്മൾ സാധാ വെക്കുന്ന പരിപ്പ് കറിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ഈ രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കിയ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ പരിപ്പ് കറി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമ്മുടെ പരിപ്പ് കറി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്